സഹാറ ഡെസേർട്ട്. നിങ്ങൾ സഹാറ മരുഭൂമിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് ജീവനെടുക്കുന്ന അതികഠിനമായ ചൂട് നിറഞ്ഞതും എങ്ങോട്ട് നോക്കിയാലും മണൽ മാത്രം കാണാൻ സാധിക്കുന്ന വിശാലമായ തരിശുഭൂമി മാത്രമാണ് സഹാറ എന്നാണ് എങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് സഹാറയെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല എന്നാണ്. സഹാറ തന്റെ ഈ മണൽ കൂമ്പാരത്തിനിടയിൽ നിങ്ങൾ കണ്ടിട്ടോ ഒരുപക്ഷെ കേട്ടിട്ട് പോലുമില്ലാത്ത വിസ്മയ കാഴ്ചകളെയും ആവാസ വ്യവസ്ഥയും ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. അപ്പോൾ സഹാറയുടെ ഒളിഞ്ഞിരിക്കുന്ന ഈ വിസ്മയ കാഴ്ചകളിലേക്ക് നമുക്ക് ചെറുതായൊന്ന് സഞ്ചരിക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭൂഖണ്ഡമായ ആഫ്രിക്കയുടെ നോർത്ത് സൈഡിൽ 92 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ വ്യാപിച്ചു കിടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ചൂട് മരുഭൂമിയാണ് സഹാറ. ഈജിപ്ത്, സുഡാൻ, അൾജീരിയ, ലിബിയ തുടങ്ങി 11ഓളം രാജ്യങ്ങളെ ഉള്ളിലൊതുക്കി ആഫ്രിക്കയുടെ 31% കൈയടക്കിയിരിക്കുന്ന ഈ മരുഭൂമിയിൽ വർഷത്തിൽ 3 ഇഞ്ചിലും കുറവ് മാത്രമാണ് മഴ പെയ്യാറുള്ളത്. സഹാറയുടെ ചില പ്രദേശങ്ങൾ വർഷങ്ങളായി വെള്ളത്തിന്റെ ഒരു തുള്ളി പോലും വീണിട്ടില്ലാത്ത പ്രദേശങ്ങളാണ്. ഇവിടെ മഴ പോയിട്ട് മേഘങ്ങൾ പോലും കാണാൻ സാധിക്കില്ല. എങ്കിലും ജലത്തിന് ജീവന്റെ വിലയുള്ള ഈ മരുഭൂമിയിലെ അതികഠിനമായ സാഹചര്യത്തിലും അതിജീവിക്കുന്ന സഹാറൻ ഹോൺഡ് വൈപ്പർ, സൈഡ് വൈൻഡർ റാറ്റിൽ സ്നേക്ക്, ഡെത്ത് സ്റ്റാൾക്കർ സ്കോർപിയൻ, മോണിറ്റർ ലിസാർഡ്, സാൻഡ് ലിസാർഡ്, ഡിസർട്ട് ഫോക്സ്, ലേസർ ജർബോവ, ഡ്രാക്കാസ് ഗസേൽ, ഓസ്ട്രിച്ച് തുടങ്ങി 260-ലും അധികം അപൂർവ ജീവികളും ഡോം പാം ട്രീ, ലാപ്രിൻസ് ഒലിവ് ട്രീ, പിയോട്ടിക് കാക്ടസ്, ലൗഗ്രാസ് തുടങ്ങി 100 കണക്കിന് വ്യത്യസ്ത സസ്യങ്ങളും വൃക്ഷങ്ങളും ഉൾപ്പെടുന്ന ഒരു ആവാസ വ്യവസ്ഥ സഹാറയ്ക്കുണ്ട്. കൂടാതെ ഭൂരിഭാഗം ആളുകളും വിചാരിക്കുന്നത് സഹാറ മുഴുവനും മണലുകളാൽ നിറഞ്ഞ മരുപ്രദേശമാണ് എന്നാണ്. എന്നാൽ സഹാറയുടെ 25% ഭാഗം മാത്രമാണ് മണലുകൾ നിറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ള പ്രദേശങ്ങളിൽ ചിലതിൽ ഹമാഡ എന്ന് വിളിക്കുന്ന പാറകളാൽ നിറഞ്ഞ മരുഭൂമിയാണ്. എന്നാൽ ചിലത് നമ്മൾ സാധാരണയായി കാണുന്ന മലകളിൽ നിന്ന് വ്യത്യസ്തമായ രൂപത്തിലും ഭംഗിയിലുമുള്ള മലകളാൽ നിറഞ്ഞ പ്രദേശങ്ങളും കാണാൻ സാധിക്കും. കൂടാതെ ആയിരക്കണക്കിന് കിലോമീറ്ററുകളിൽ പരന്നു കിടക്കുന്ന ഈർപ്പത്തിന്റെ ഒരു അംശം പോലും കാണാൻ സാധിക്കാത്ത കട്ടിപിടിച്ച ഉപ്പുകൊണ്ട് നിറഞ്ഞ പ്രദേശങ്ങളും ഇവിടെ കാണാൻ സാധിക്കും. കൂടാതെ സഹാറയിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു വിസ്മയിപ്പിക്കുന്ന കാഴ്ചയാണ് ഓയസിസ്, ദി ഗാർഡൻ ഓഫ് ഡെസേർട്ട്. എന്നാൽ ചുറ്റും മരുഭൂമിയാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലത്ത് ഇതുപോലൊരു ജലസ്രോതസ് ദൂരെ നിന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ഈ ജലസ്രോതസ്സിന്റെ അടുത്തു വന്നാൽ ഉണ്ടാകില്ല. കാരണം സൂര്യന്റെ അതിശക്തമായ വെയിലിനാൽ ഈ ജലം വിഷമയമായി മാറിയിരിക്കുകയാണ്. ഈ ജലം കുടിക്കുന്നത് മരിക്കാനായി വിഷം കുടിക്കുന്നതിന് തുല്യമാണ്. എന്നാൽ അതിജീവിക്കും എന്ന് നിശ്ചയിച്ചുറപ്പിച്ചവർ ഏത് സാഹചര്യത്തിലും അതിജീവിക്കും എന്നതിന്റെ ഉദാഹരണമാണ് ഈ തടാകത്തിന് ചുറ്റുമായി പറക്കുന്ന ഈ പക്ഷികൾ. ഇവയ്ക്കും ഈ വെള്ളം കുടിക്കാൻ സാധിക്കില്ല. എന്നാൽ ഈ വെള്ളത്തിൽ വിരിയുന്നതും ജീവിക്കുന്നതുമായ ഈച്ചകളിൽ ചെറിയൊരു അംശം ശുദ്ധജലം ഉള്ളതിനാൽ ഈച്ചകളെ ആഹാരമാക്കിയാണ് ഈ പക്ഷികൾ ദാഹമകറ്റുന്നത്. ലക്ഷക്കണക്കിന് കിലോമീറ്ററുകളിൽ വ്യാപിച്ചു കിടക്കുന്ന സഹാറയിൽ പല ഭാഗങ്ങളിലായി 90ഓളം ഓയസിസ് ഇതുപോലെ കാണാൻ സാധിക്കും. സഹാറയിൽ ചില സമയം പകൽ ചൂട് 40 ഡിഗ്രി സെൽഷ്യസ് മുതൽ 47 ഡിഗ്രി സെൽഷ്യസ് വരെ പോകാറുണ്ട്. സഹാറയുടെ ആകാശത്ത് മേഘങ്ങൾ കാണാൻ സാധിക്കില്ല എന്ന കാരണത്താൽ ചുട്ടുപൊള്ളുന്ന ഈ പകൽ മാറി രാത്രിയായാൽ ഭൂമിയിൽ നിന്നുയരുന്ന ചൂട് തടഞ്ഞു നിർത്താൻ ആവശ്യമായ മേഘങ്ങൾ ഇല്ലാത്തതിനാൽ ചൂട് തിരിച്ച് ആകാശത്തേക്ക് തന്നെ പോകുന്നതിനാൽ രാത്രിയിൽ സഹാറയിൽ ചൂട് -4 ഡിഗ്രി സെൽഷ്യസ് വരെ താഴും. അതായത് സഹാറയിൽ പകൽ കൊടും ചൂടാണ് എങ്കിൽ രാത്രി കൊടും തണുപ്പാണ്. അതിനാൽ വിധിയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ജീവികൾ അതിജീവനം നടത്തുന്നത്. സഹാറയിലെ ജീവികളുടെ വെല്ലുവിളി നിറഞ്ഞ ഈ ജീവിതത്തിനും സഹാറ ഒരു മരുഭൂമിയായി രൂപപ്പെടാനുമുള്ള പ്രധാന കാരണം സഹാറയുടെ നോർത്ത് സൈഡിൽ സ്ഥിതി ചെയ്യുന്ന അറ്റ്ലസ് പർവ്വതനിരകളാണ്. ഇത് സമുദ്രത്തിൽ നിന്ന് വരുന്ന തണുത്ത കാറ്റിനെ സഹാറയിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കാതെ തടഞ്ഞു നിർത്തുന്നു. അതിനാൽ ഇവിടെ ഒരു റെയിൻ ഷാഡോ എഫക്ട് രൂപപ്പെടുകയും അതിലൂടെ ഈ മലനിരകളുടെ മറുവശങ്ങളിൽ മഴ ലഭിക്കാതെ വരുന്നു. ഇതാണ് സഹാറ ഒരു വരണ്ട മരുഭൂമിയായി നിലനിൽക്കുന്നതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന്.
ഈ കൊടും ചൂടും തണുപ്പുമല്ലാതെ സഹാറയിലെ മറ്റൊരു വെല്ലുവിളിയാണ് 10,000 ഫീറ്റ് വരെ ഉയർന്നു പോകാൻ ശേഷിയുള്ളതും 40 കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ ശേഷിയുള്ളതും കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ രൂപപ്പെട്ട് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന അതിവിശാലമായ സഹാറൻ സാൻഡ് സ്റ്റോം. എന്നാൽ സഹാറ ജീവികളുടെ ജീവനെടുക്കാൻ മാത്രം നിലനിൽക്കുന്ന ഒന്നല്ല, ഇത് ജീവൻ നിലനിർത്താനും കാരണമാകുന്നുണ്ട്. ഇത് നമ്മൾ അറിയാതെ നമ്മളുടെ ജീവിതത്തിലും സ്വാധീനം ചെലുത്തുന്നുണ്ട്. നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഓക്സിജൻ നിർമ്മിക്കപ്പെടുന്നതിൽ സഹാറയിലെ ഈ മണൽത്തരികൾ വലിയ കാരണമാകാറുണ്ട്. സഹാറയിലെ ഈ മണൽത്തരികൾ നിരന്തരം വായുവിലൂടെ സഞ്ചരിച്ച് സമുദ്രങ്ങളെ മറികടന്ന് മറ്റ് ഭൂഖണ്ഡങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഇങ്ങനെ സഞ്ചരിക്കുന്ന മണൽത്തരികളുടെ വലിയൊരു ശതമാനവും ചെന്ന് വീഴുന്നത് ഭൂമിയിൽ ഓക്സിജൻ നിർമ്മിക്കപ്പെടുന്ന സ്രോതസ്സുകളിൽ പ്രധാനപ്പെട്ട ഒരു സ്രോതസ്സായ ആമസോൺ റെയിൻ ഫോറസ്റ്റിലാണ്. നിരവധി മിനറൽസ് അടങ്ങിയിട്ടുള്ള ഈ മണൽത്തരികൾ ആയിരക്കണക്കിന് കിലോമീറ്റർ വായുവിലൂടെ സഞ്ചരിച്ച് ആമസോണിലെ ഈ വൃക്ഷങ്ങൾക്ക് ജീവൻ നൽകുന്നു. ഈ വൃക്ഷങ്ങൾ മുഴുവൻ ലോകത്തിനും ജീവൻ നൽകുന്നു. ഇങ്ങനെ ഒരേ സമയം ജീവൻ നിലനിർത്താൻ സഹായിക്കുന്നതും അതേസമയം ജീവൻ എടുക്കുന്നതുമായ പ്രകൃതിയുടെ ഒരു വിസ്മയിപ്പിക്കുന്ന നിർമ്മിതിയാണ് ദി സഹാറ ഡെസേർട്ട്.